അപ്പൊ ഇന്നും ഞങ്ങൾ പുറത്ത് പോയിട്ട് വരാം. ഫോട്ടോ എടുത്തിട്ട്. ഹായ്, അങ്ങനെ സലാലയിലൂടെ 2ാം ദിവസത്തെ യാത്രയാണ് കേട്ടോ. എന്താണല്ലേ നമ്മുടെ നാടന് കേരളം അല്ലെ. ശരിക്കും കണ്ട വാഴത്തോട്ടം, തെങ്ങും തോട്ടം, തെങ്ങൊക്കെ അടുത്തടുത്താണ്. അത് കായ കുറവാണ്. നമ്മളെ നാട്ടിലെ തെങ്ങിനൊക്കെ എത്ര അകലം പാലിച്ചിട്ടാണ് തെങ്ങ് നടുന്നത്. ഞാൻ ഇവിടെ തെങ്ങ് കണ്ടപ്പോ തന്നെ ഇതെന്താ ഇങ്ങനെ ഞാറ് നട്ട പോലെയാണല്ലോ എന്നൊക്കെ ഞാൻ പറയാം. കാരണം അടുത്തടുത്താണ് തെങ്ങുകളെല്ലാം നിൽക്കുന്നത്. കായ കുറവാട്ടോ. ഇപ്പോൾ ഇളനീരും ഇതൊക്കെ കുറവാണ്. ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ പോണ സമയത്ത് എന്തായാലും നമുക്ക് ഇളനീര് കുടിക്കാന്നുള്ള പ്ലാനിലൊക്കെ പോയതാണ്. അവിടെ ചെന്നപ്പോഴോ ഇളനീരല്ല കിട്ടിയത്, കരിക്കാണ്. കരിക്ക് എന്നാണ് അവിടെ പറയല്ലായിരുന്നു, ശരിക്കും കരിക്കന്നെ കിട്ടിയത്. ഇളനീരാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാമ്പൊക്കെ ഉണ്ടാവും, വെള്ളത്തിന് ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ടാവും. ഇത് എന്തുണ്ടായത്, അപ്പോൾ ഞാനൊരു ഹായൊക്കെ കാണിക്കാൻ കേട്ടോ. എനിക്ക് വെറും കരിക്കായത് കൊണ്ട് ആ മധുരമുള്ള വെള്ളം കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ എന്തായാലും അവിടേക്കുള്ളത് ആ കടകളൊക്കെ ഇങ്ങനെ ആദ്യം അവിടെയൊക്കെ കട തുറക്കാത്തതും തുറന്നതും ഒക്കെയുള്ള പച്ചക്കറി കട. പപ്പായത്തോട്ടം എന്താ രസം കാണുന്ന പപ്പായ, അതുപോലെ വാഴ എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയാണ് കടകൾ. അതുപോലെ ചെടികളും എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. തേങ്ങ, ചെടി പോലെ ഉറക്കാപ്പുളി എല്ലാ സംഭവം ഇവിടെ ഉണ്ട്. ശരിക്കും നമ്മുടെ കേരളം എന്ന് തന്നെ പറയാം. അതുപോലെയാണ് സലാല, ഒരു നാട്. അങ്ങനെ തന്നെ. അപ്പം അങ്ങനെ ഇളനീരൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. കൂടെ കൈ കുടിക്കാൻ വന്ന് നിൽക്കണം. ഒരു ദിവസത്തെ പോലെ ഞങ്ങൾ 2ാം ദിവസവും മാളിലേക്ക് തന്നെയാണ് കേട്ടോ പോണത്. എന്തെങ്കിലുമൊക്കെ കറങ്ങി അടിച്ച് ഇങ്ങനെ കണ്ട് നടക്കാമല്ലോ, നേരം പോയി കിട്ടല്ലോ, ഒരു സന്തോഷമല്ല. എങ്ങനെയാലും ഉച്ചയാക്കണം എന്നേലും. ഉച്ചയാകുമ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കണമല്ലോ. അപ്പോഴാണ് കാണിച്ചു തരുന്നത്. പിന്നെ ഇങ്ങനെ സഞ്ചിയിൽ കെട്ടി വെച്ചിട്ട് അതുപോലെ കുളിക്കും സഞ്ചി വെളിച്ചെണ്ണ കണ്ടോ. നല്ല വെളിച്ചെണ്ണ തണുത്തിട്ട് ഇങ്ങനെ ഐസ് പോലെ ഇരിക്കുന്നത്. അതാണ് ഈ വെള്ള കളറിൽ കാണുന്നത് ഒറിജിനൽ. അതുപോലെ റോബസ്റ്റിൻ്റെ കൊല കണ്ടില്ലേ, ഇഷ്ടം പോലെ. അതാ റോബസ്റ്റ് കൊല. എല്ലാ പഴങ്ങളും ഉണ്ട് ഇവിടെ. ശരിക്കും കരിക്കിൻ്റെ വെള്ളം. കരിക്കായതുകൊണ്ട് കുറേ വെള്ളം ഉണ്ടായി. ഇവിടെ പോകുന്ന വഴിയിൽ കണ്ടില്ലേ, 2 സൈഡിലിട്ടാ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അലറിയാണ് കേട്ടോ. എത്രയാനും സ്ഥലത്താണ് അതങ്ങനെ ഉണ്ടായിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ഇങ്ങനെ കാട് പിടിച്ച് നന്നായി പൂവൊക്കെ ഉണ്ട്. മഴയൊന്നും ഇപ്പോൾ അവിടെ ഇല്ല, പക്ഷേ നല്ല തണുപ്പിൽ നന്നായി പൂവിടുന്നതാണ് അതെന്ന് തോന്നുന്നത്. എത്രങ്ങാനാണെന്നറിയാം, ഒരുപാട് ദൂരം അതുണ്ട്. അപ്പം ഞാൻ ആ ഭംഗി അങ്ങനെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും മാളിലെത്തിയിട്ട് തലേദിവസം ദിവസമൊക്കെ ഞങ്ങൾ മാളിൽ കൂടെയാണ്. ഞങ്ങളെ ബാബേട്ട അവിടെ മാളിൽ ഇറക്കി തന്നു. ഞങ്ങൾ 2 പേരും അങ്ങനെ മാളിലൂടെ കറങ്ങി അടിച്ച് അതിലൂടെയൊക്കെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് ഇങ്ങനെ പോണ സമയത്ത് ഞാൻ കണ്ടതാണ് കേട്ടോ, ദൂരെ ഈ മാളിൻ്റെ ഉള്ളിൽ തെങ്ങും തോട്ടം. അപ്പോഴേ ഈ തെങ്ങ് ഒറിജിനലാണോ അതോ ഡമ്മിയാണോ നിങ്ങൾ ആരെങ്കിലും അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത് പറയൂ. ഗംഭീരായിരുന്നു കേട്ടോ. എൻ്റെ ഷോർട്ട് വീഡിയോ ഇത് ഈ മുകളിലുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും ഇവിടെ നടന്ന് ഈ തെങ്ങ് തോട്ടം കാണുമ്പോൾ മാളിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ള ഭയങ്കര രസമല്ലേ, ഒറിജിനൽ തെങ്ങൊക്കെ നിൽക്കുന്നുണ്ടല്ലേ അല്ലേ. അങ്ങനെ കാണാൻ നല്ല ഭംഗിയിൽ ഇങ്ങനെ. അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി. അങ്ങനെ അതൊക്കെ കണ്ടു. അതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുന്നതിന് കൊണ്ടുപോകാൻ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കും കൂട്ടി. അപ്പം എന്തായാലും ഇവിടെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ ബാബേട്ടൻ വന്ന് ഞങ്ങൾ കൊണ്ടുപോകാൻ. ഞങ്ങളിത് വണ്ടിയിൽ കയറുന്നു. അടുത്ത ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയ ഹോട്ടലൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അവിടെ ഞങ്ങൾ അറബി ഫുഡ് തന്നെയാണ് കഴിച്ചതൊക്കെ. പക്ഷെ എനിക്കെന്തോ അത് പറ്റിയിട്ടില്ല, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അറബി റൈസാണിത് എന്താണെന്നും എനിക്ക് പറ്റിയില്ല. അവൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും അവിടുന്ന് അത് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഒന്ന് കിടന്നുറങ്ങി. കാരണം അങ്ങനെ നടത്തല്ലേ, അപ്പോൾ ക്ഷീണമൊന്നും മാറ്റാൻ വേണ്ടി പറഞ്ഞു. അതിനുശേഷം ഒന്ന് വൈകിട്ട് അതിൽ ഗംഭീര ഒരു പരിപാടിക്കായി ഞങ്ങൾ പോയപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ ആയിരുന്നു ഞങ്ങൾ പോയി. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷമാണ് അറിഞ്ഞത്.